ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. സർജറിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. സർജറിയുടെ ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ സർജറി കഴിഞ്ഞ് പിന്നെ എനിക്ക് ചെറിയൊരു പനിയൊക്കെ ആയിട്ട്, വലിയൊരു പനിയൊന്നും ഇല്ല, ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം ബ്ലഡും അങ്ങനെയുള്ള സംഭവവും, പിന്നെ സർജറി ചെയ്തൊരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന സംഭവമൊക്കെ പുറത്തു പോകാൻ വേണ്ടി ഒരു സക്ഷൻ ഡ്രെയിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അത് സർജറി കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇത്ര യാത്രയൊക്കെ ചെയ്ത് വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. അത് മേലെ തന്നെ നമ്മൾ ഒരു പുറം സൈഡിൽ നിന്നാണ് അത് തുളച്ചവരിടുന്നത്. അവിടെ തന്നെ എനിക്ക് ലീക്കേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഫ്യൂച്ചറൊന്നും പൊട്ടിയതായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ ഹോസ്പിറ്റലിലേക്ക് ചോദിച്ചു MVRലേക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ലോങ് ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, അപ്പം ഒരു സർജൻക്കുള്ള ഒരു സർജറിയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടായും ഒക്കെ കൂടി, ഞങ്ങൾ മോളും എല്ലാവരോടും കൂട്ടി ഞങ്ങൾ ഇരിട്ടി പോയിട്ട് സ്കൈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സർജനെ കാണിച്ചു. അപ്പം അവർ സർജൻ പറഞ്ഞിരിക്കുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ സ്യൂച്ചർ ഇട്ടത് ഒന്ന് ലൂസായിട്ടുണ്ട്. അതുകൊണ്ട് അവർ രണ്ടാമത് അതൊന്നും കൂടെ കെട്ടൊക്കെ ചെയ്ത് രണ്ടാമതൊന്നും കൂടെ സ്യൂച്ചറൊക്കെ ഇട്ട് കുറച്ചും കൂടെ ഒക്കെ വേദന തിന്നേണ്ടി വന്നു. അതിപ്പം രണ്ടാമത് നമ്മൾ ഈ വേദനയുടെ പുറത്ത് പിന്നെ ഉള്ളൊരു വേദനയും വിഷമങ്ങളൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ രണ്ടാമത് സ്യൂച്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പെയിൻ്റെ ടാബ്ലറ്റ്സ് ഒക്കെ എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി പെയിൻ കില്ലർ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് ഭയങ്കര വയറിന് ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വയറിനൊക്കെ ഒട്ടാകെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇരിട്ടിയിലെ ഡോക്ടർ ഒന്നും കൂടെ തന്നിട്ടുണ്ടായിരുന്നു, പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യമൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഒത്തിരി പെയിൻ കില്ലറൊന്നും കഴിക്കാറില്ല. നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയാലേ ഞാനങ്ങനെ പെയിൻ കില്ലറൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ ആൻറ്റിബയോട്ടിക് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് മുടക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കും. പിന്നെ വോമിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ മിസിറ്റ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കഴിക്കാറുണ്ട്. പിന്നെ MVR അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ സക്ഷൻ ഡ്രെയിനൊക്കെ ഇട്ട ശേഷം അവർ 27 ആണ് ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്, 27ന്. അപ്പം അതുവരെയുള്ള എല്ലാ ദിവസവും ഒരു തവണ നമുക്ക് വരുന്ന സക്ഷൻ ഡ്രെയിനിൽ കൂടെ വരുന്ന ഒരു ബ്ലഡും ചെന്നീരും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അളവൊക്കെ എടുത്ത് എല്ലാ ദിവസവും പേപ്പറിൽ അടയാളപ്പെടുത്തി വെക്കണം. അതൊക്കെ ഒരു കുറഞ്ഞ ശേഷം മാത്രമേ അവർ മാറ്റത്തുള്ളൂ. അപ്പം ഒരു 15 ദിവസത്തോളം ഇങ്ങനെ തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കത് കഴിക്കാനൊന്നും പറ്റുന്നില്ല. ഇന്ന ഫുഡ് കഴിക്കണം അതൊക്കെ അറിയാം. പക്ഷേ നമുക്കിതെല്ലാം അറിയാമെങ്കിലും ഈ ഒരു സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. കാരണം കീമോ പേഷ്യൻസ് ആകുമ്പം അവർക്കറിയാമല്ലോ, നമ്മൾ ഇന്നത് കഴിക്കണം, ഏതൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനും പറയാനും ഒക്കെ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മുത്താറി ഒക്കെ ആയിട്ട് കുറുക്കി അങ്ങനെ ഒരു കുറുക്ക് പോലെയൊക്കെ ആയിട്ട് അത് കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡാണ്. പിന്നെ ഓൾറെഡി എനിക്ക് കോൺസ്റ്റിപ്പേഷനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ചിക്കൻ, മുട്ട അതൊക്കെ ഞാൻ ഒഴിവാക്കിയേക്കുവാണ്. പിന്നെ ഇപ്പം നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സംഭവമാണല്ലോ ചക്ക. അപ്പം ഈ ചോറ് കഴിക്കുന്നേക്കാളും എത്രയാണേലും അതിനേക്കാളൊക്കെ ഒത്തിരി നല്ലതാണ് ചക്ക. അപ്പം ഞാനിങ്ങനെ ചക്ക നന്നായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ഒട്ടാകെ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, പിന്നെ പനി, അതിൻ്റെതൊക്കെ അത് പനി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു അങ്ങനത്തെ ഒരു പനിയൊന്നും അല്ല. അതെല്ലാം നമ്മുടെ ഒരു ശരീരഭാഗങ്ങളാണല്ലോ, അതൊക്കെ കീറി മുറിച്ച് ഒക്കെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു കുഞ്ഞു കുഞ്ഞു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പിന്നെ മരുന്ന് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, ആൻറ്റിബയോട്ടിക് നമ്മൾ ശരിക്കും 3 നേരം നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ ഹൈ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ, അസിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ടൈമിൽ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും പിന്നെ വന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയെന്നാണ് എനിക്ക് തോന്നാം. ഞാൻ തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു കട്ടിലിൽ നിന്ന്. പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. പെയിൻ ഉണ്ടായിരുന്നു നന്നായിട്ട്, തന്നെ എഴുന്നേക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അങ്ങനെ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് തൊട്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടി പതുക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. എക്സസൈസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു 2 ദിവസം. പക്ഷെ അത് ചെയ്യേണ്ടത് പിന്നെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ഞാനങ്ങനെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട്
എൻ്റെ റൈറ്റ് ഹാൻഡിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ഹാൻഡ് പൊക്കാനും താത്താനും അങ്ങനെയൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യം അങ്ങനെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ പിന്നെ വയ്യ എന്ന് പറഞ്ഞിരുന്ന നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ധൈര്യപ്പെടുത്തി നമുക്കത് പറ്റും എന്ന് വിചാരിച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ എല്ലാ ലൈഫിലും ഓരോ കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ 2 ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് ഒട്ടും ശ്രമിച്ചിട്ടും അത് പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഇന്നത്തേക്ക് എനിക്ക് കുറച്ച് മാറ്റം വന്നു. അതാണ് ഞാൻ പറയും, 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അതിപ്പം ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ എണീറ്റ് വന്നു. കാരണം എല്ലാവരും വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചാൽ ഒത്തിരി ഫോൺ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീഡിയോ ഞങ്ങൾ പ്രതീക്ഷിച്ചായിരിക്കുന്നത്, വീഡിയോ കണ്ടില്ലല്ലോ. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണേലും പറയും, എൻ്റെ കൂടപ്പിറപ്പാണേലും അവരെല്ലാം പറയും, കാരണം നിന്നെ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും വിഷമമില്ല. കാരണം നിൻ്റെ വീഡിയോ കാണുമ്പോൾ നീ എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും ഒത്തിരി സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി. നമ്മൾ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുള്ളൂ. പക്ഷേ എങ്കിലും അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ മനസ്സൊത്തിരി ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കവറായി വരുന്നുണ്ട്. കവറാകാതിരിക്കാൻ പറ്റില്ലല്ലോ, കവറാകണം അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനി എനിക്ക് ആവശ്യം കേട്ടോ.